നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ചെൽസിക്ക് തോൽവി. പ്രീമിയർ ലീഗിലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് അവര് 2-4 ഗോളുകൾക്ക് വോൾസിനോട് പരാജയപ്പെടുമ്പോൾ വോൾസിന് വേണ്ടി ബ്രസീലിയൻ താരം മാത്യൂസ് കുഞ്ഞ ഹാട്രിക് നേടിയിരിക്കുകയാണ്. അതോടുകൂടി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയി പ്രീമിയർ ലീഗിൽ ഹാട്രിക് നേടുന്ന 4ാമത്തെ താരമായിട്ട് അദ്ദേഹം മാറുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഒരു വിസിറ്റിംഗ് പ്ലെയർ പ്രീമിയർ ലീഗിൽ ഹാട്രിക് നേടുന്നത് 4ാം തവണയാണ്. കുഞ്ഞക്ക് മുമ്പ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളവരെ നോക്കുക. ഖാനു 1999 ആഴ്സണലിന് വേണ്ടി ഹാട്രിക് നേടിയിട്ടുണ്ട്. 2011 വാൻ പെർസി ആഴ്സണലിനായിട്ട് ഹാട്രിക് നേടിയിരുന്നു. സെർജിയോ അഗ്യൂറോ 2016 മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ഹാട്രിക് നേടിയിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ബ്രസീലിയൻ താരം മാത്യൂസ് കുഞ്ഞയുടെ ഹാട്രിക്. ആ ഹാട്രിക്കിന്റെ ബലത്തിലാണ് 2-4 ഗോളുകൾക്ക് വോൾസ് ചെൽസിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കളിയിലെ 19ാമത്തെ മിനിറ്റിൽ പാൽമറിലൂടെ ചെൽസി ലീഡ് എടുത്തതാണ്. പക്ഷേ 22ാമത്തെ മിനിറ്റിൽ കുഞ്ഞയുടെ ഗോൾ പിറക്കുന്നു. ആദ്യ പകുതി അവസാനിക്കും മുമ്പ് ദിസാസിയുടെ ഓൺ ഗോൾ കൂടി വരുമ്പോൾ വോൾസ് ലീഡിലേക്ക് കടന്നുപോയി കഴിഞ്ഞിരുന്നു. രണ്ടാം പകുതിയിൽ 63ാമത്തെ മിനിറ്റിൽ കുഞ്ഞയുടെ 2ാമത്തെ ഗോൾ വന്നു. പിന്നെ 82ാമത്തെ മിനിറ്റിൽ അദ്ദേഹം പെനാൽറ്റി വലയിൽ എത്തിക്കുക കൂടി ചെയ്തപ്പോൾ 4-1 അപരാജിത ലീഡിലേക്ക് വോൾസ് കടന്നുപോയി. തിയാഗോ സിൽവ 86ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൂടി മടക്കിയടിച്ചെങ്കിലും ചെൽസിയുടെ പരാജയം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. 2-4 ഗോളുകളുടെ തോൽവി ഏറ്റുവാങ്ങിയ ചെൽസി ഇപ്പോൾ പ്രീമിയർ ലീഗിന്റെ പട്ടികയിലും അത്ര മികച്ച സ്ഥാനത്തല്ല നിൽക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നിലവിൽ അവര് പ്രീമിയർ ലീഗിലെ 23 കളികളിൽ നിന്ന് 31 പോയിന്റുമായിട്ട് 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.